Ladies and gentlemen, Malayalis, welcome back to yet another video. It's been a couple of days actually. എനിക്ക് പനിയായിരുന്നു, ചെറിയ പനി പിടിച്ചു. ഈ സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് പനിയുണ്ട്. ഞാൻ എവിടെ നോക്കിയാലും അറ്റ്ലീസ്റ്റ് ലൈക്ക് എ ഫ്യൂ പീപ്പിൾ ആർ ഡൗൺ വിത്ത് സിക്നെസ്. അത് വെച്ചിട്ട് ഞാൻ ആക്ച്വലി ഒന്ന് രണ്ട് പോഡ്കാസ്റ്റൊക്കെ കാണുമായിരുന്നേ. സോ ഐ കൈൻഡ് ഓഫ് റിയലൈസ് ദാറ്റ് ജാനുവരി ആൻഡ് ഡിസംബർ ആർ ദി മന്ത്സ് വിത്ത് ലൈക്ക് ലാർജസ്റ്റ് ഡെത്ത് റേറ്റ്. ഇത് റിലേറ്റഡ് ആയിട്ടൊരു പോഡ്കാസ്റ്റ് കണ്ട സമയത്ത് അവിടെ ഈ പോഡ്കാസ്റ്റിൽ വന്ന എക്സ്പേർട്ട് പറയുന്നുണ്ടായിരുന്നു സൺലൈറ്റ് ഇസ് എ ഫാക്ടർ ദാറ്റ് അഫക്ട്സ് ദീസ്. കാരണം സോ ഹിയർ AI Gemini summary saying that due to factors like extreme cold, increased respiratory infections, flu or pneumonia, cardiovascular strain and Holter related accidents, through some regional data, Holter related accidents ഭയങ്കര ഒരു മൈനർ എലമെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ അൾട്ടിമേറ്റ്ലി ഈ ടൈമിൽ ഡെത്ത് റേറ്റ്സ് ഭയങ്കര ഹൈ ആണ്. ആൻഡ് ദീസ് ഡിസീസസ് ഓൾസോ ആർ വെരി ഹൈ. പിന്നെ ഇപ്പോൾ വരുന്ന പനി എന്ന് എടുത്തു പറയാൻ പറ്റില്ല, കാരണം കുറച്ചുകൂടെ ഫ്രീക്വൻറ്റും ആണ്, കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട് പോകാൻ വേണ്ടി. പല സ്റ്റേജസ് ആയിട്ടാണ് പനി വരും, പിന്നെ മാറുമ്പോൾ ഒരു തൊണ്ട ചുമ എല്ലാം വന്ന് പല സ്റ്റേജസിലായിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് മുമ്പ് പനി വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, ഇത്രയും ഡ്യൂറേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സോ വി ആർ വാച്ചിങ് കലാം കാവൽ. ബാക്ക് ടു ടോപ്പിക്. കലാം കാവൽ, we have Vinayakan and Mammootty is potentially on an antagonist role here from what I've heard. I think എൻ്റെ സിസ്റ്റർ ഓൾറെഡി ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമൊക്കെ പറയാനുണ്ട് കേട്ടോ. ഞാനൊക്കെ ടോക്സിങ്ങിനൊക്കെ ട്രെയിലർ ചെയ്തിട്ട് ക്ലിക്ക് ത്രൂവിലേക്ക് വൺ കുറവായിരുന്നു. ചേച്ചിയുടെ 6K 7K ഒക്കെ പോയി. എന്താ അല്ലേ സൊസൈറ്റി ദീസ് ഡേയ്സ്. സോ ഇവിടെ ഐ തിങ്ക് more than seeing Mammootty as an antagonist here, one of the other things that I'm really excited about is that people are making use of the actor called Vinayakan. വിനായകൻ്റെ എക്സ്ട്രീം പൊട്ടൻഷ്യൽ ഞാൻ ചില ഫിലിംസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും പ്രോപ്പർ വിനായകന് പുള്ളിക്കാരുടെ സ്കിൽസ് കാണിക്കാൻ പറ്റിയ അധികം മലയാളം മൂവീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആടിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ ഒരു വേറെ ടൈപ്പ് ഓഫ് പെർഫോമൻസാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പോൾ ജയിലറിലൊക്കെ ഐ തിങ്ക് ഈ മെയിൻ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും വിനായകൻ്റെ പെർഫോമൻസും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം ഹിസ് പെർഫോമൻസ് വാസ് ലൈക്ക് ഗോഡ് ടിയർ ഇൻ ദാറ്റ്. And I'm really glad that Malayalam industry is starting to recognize the actor Vinayakan. And Jitin K. ജോസിൻ്റെ വേറെ മൂവീസ് ഞാൻ നോക്കിയപ്പോൾ കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല. സിനിമ കുറച്ച് കണ്ടിട്ടുണ്ട്, അതാണ് എനിക്ക് പറ്റിയൊരു പറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. കലാം കാവലിൻ്റെ റേറ്റിംഗ്, ഹൗ മച്ച് റേറ്റിംഗ് ഡസ് കലാം കാവൽ ഹാവ്? ഞാൻ സിനിമ കണ്ടിട്ട് ഞാനായിട്ട് റേറ്റിംഗ് പറയാം, എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കാം. സോ വിത്തൗട്ട് ഫർദർ adu, let's get right into it. തുടങ്ങാം. ഓക്കെ, ഞാൻ ചുമയ്ക്കുകയാണെങ്കിൽ പ്ലീസ് ബെയർ വിത്ത് ഇറ്റ്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആൻഡ് ഹിയർ വി ഗോ. ഞാൻ ഇൻട്രോ ഓടിച്ചു വിടട്ടെ. Why does he look so young, man? I don't get it. Mammootty, man, this guy. അതൊന്നും പ്രശ്നമില്ല സാർ. സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞിട്ട് പിന്നെ വേറെ റൂമിൽ പോയി. സാറായിരുന്നു, ഞാൻ അർജന്റായിട്ട് അവിടെ ഒരു ചെല്ലണമെന്ന്. ഇനിയാ? ഓ, അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാ, ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. തിരുവനന്തപുരം പോയിട്ട് വരൂലേ? അവിടെ ചെന്നിട്ട് വിളിക്കാം. വരൂലേ? ഓ, ഇതാണോ പരിപാടി? നീ പറഞ്ഞിട്ട് അനങ്ങാത്ത എന്തൊരു അത് പിന്നെ ദീപ് നാളെ വരുന്ന ആക്സിഡന്റ് എനിക്ക് വയ്യ. അവൻ വീട്ടിലുണ്ടെ പിന്നെ ഇതൊന്നും നടക്കില്ല. വെച്ചിട്ടുണ്ട് അവിടെ ആളൊഴിയാൻ കുറച്ചുകൂടെ സമയം വേണമെന്ന് അവർ പറഞ്ഞത്. അതുവരെ ഇത് മമ്മൂട്ടിയുടെ വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ ദിസ് ഇസ് നോട്ട് ഗോണ ഗോ വെൽ. നീ വീട്ടിൽ എഴുത്തൊക്കെ എഴുതി വെച്ചിട്ട് തന്നെ ഇറങ്ങിയത്. അതെ, ഡൈവോഴ്സിന് പ്ലാൻ ഉണ്ട്. അതോ ഇയാള് കള്ളം പറയുന്നതാണോ? എന്താണ് ഉദ്ദേശം? ബാബുവേട്ടൻ പോയതിൽ പിന്നെ വേറൊരു കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. ചേട്ടനെ കണ്ടതിന് ശേഷമാണ് എൻ്റെ ഇതെല്ലാം മൊത്തത്തിൽ മാറി. അതിപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ ഉണ്ടല്ലേ. മര്യാദക്ക് ഭാര്യയും പിള്ളേരുമായിട്ട് ജീവിച്ചിട്ട് ഞാനല്ലേ ഇപ്പം നിൻ്റെ ഇവിടെ വന്ന് കിടക്കുന്നത്. ഇവിടെ ഇതിലെന്തൊരു ഇതുണ്ടല്ല. കൊച്ചു ചെറുക്കണെങ്കിൽ എങ്ങനെ ഹൗ ഡസ് മെയിൻറ്റെയിൻ ദിസ് മാൻ, ദിസ് അപ്പിയറൻസ്? He looks very young though. Man.
അല്ല എങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയൊക്കെ? അല്ല സ്വന്തം ചേട്ടനെ കൊല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരും നമ്മളെപ്പോലെ അല്ലല്ലേ. ചിലക്കൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരൊക്കെ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ കൊന്നിരിക്കും. അയ്യടാ ഇപ്പൊ ഈ പറയുന്ന ആളോ? ഞാനിതുപോലെ കുറേ പേരെ തട്ടിട്ടുണ്ടല്ലേ. ചേട്ടനാ? പിന്നെ അല്ല പാമ്പിനെ വലിയുന്നായിരിക്കും. ഞാൻ വിശ്വസിച്ചു ചേട്ടാ. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ അടുത്ത് വന്ന വണ്ടിയില്ലേ ഹോണ്ട, അതെനിക്ക് ജീവനാണ്. ആ കാറും അത്യാവശ്യം സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത്. അവിടെ ഡൈവേഴ്സ് ചെയ്യുന്നതിനേക്കാൾ അങ്ങനെ നീ മാറിത്തരുമോ? പിന്നല്ലേ. ഓ അല്ല, അങ്ങനെ മാറി തന്നാലും എന്നെ കൊല്ലുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലേ, അത് കിട്ടൂല. അതെന്ത് സുഖം? അതറിയില്ലേ? ഇപ്പം നമ്മുടെ ദേഹത്തൊരു കൊതു വന്നിരുന്നു വെച്ച് അത് നമ്മളിങ്ങനെ തച്ച് കൊല്ലുമ്പോൾ ഒരു സുഖം കിട്ടും. കറി വെക്കാൻ കോഴിയെ കൊല്ലൂലേ, അപ്പോൾ ഒരു സുഖം കിട്ടും. പക്ഷെ കൊത്താൻ വരുന്ന പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോൾ അതിൽ കൂടുതൽ സുഖം കിട്ടും. ഇത് കൊത്താൻ വരുന്ന പാമ്പല്ലല്ലോ, തന്നെ വിശ്വസിച്ച് ഇറങ്ങി പറഞ്ഞൊരു കൊച്ചല്ലേ. റിസ്ക് കൂടുമ്പോൾ സുഖവും കൂടും. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോൾ. അപ്പൊ എന്നെ ഇപ്പൊ കൊല്ലാൻ പോവാന്നാണോ പറഞ്ഞു വരുന്നേ? പിന്നല്ലാതെ കൊല്ലാൻ ഞാൻ നിന്നിട്ട് വേണ്ടേ? അതൊക്കെ വളരെ ഈസി അല്ലേ. Oh shit, oh no. പകുതി ആയപ്പോഴേ എണീറ്റ് ഓടേണ്ടതായിരുന്നു. Dude, I love this movie already. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇത്ര കണ്ടുള്ളൂ, പക്ഷേ this is enough, man. അവിടുത്തെ കമ്മ്യൂണൽ റൈറ്റിന്റെ ഒരു സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയായിരുന്നു. അവിടുത്തെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയില്ല, അവിടെ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. അല്ല സാർ, അവിടെ ഇനിയൊരു പ്രശ്നം നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ ലോക്കൽ റിപ്പോർട്ടർ പറഞ്ഞത്. നിങ്ങളെ റിപ്പോർട്ടർമാർ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. അതിൻ്റെ പൊന്ന് പ്രദീപ് എവിടെ നിന്നാണെന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നീ സോപ്പിട്ട് ചോദിച്ചൊന്നും വേണ്ട, അവിടെ നിന്ന് ഒരു സ്കൂപ്പും കിട്ടാൻ പോകുന്നില്ല. എന്താ സാറേ, നത്തിനെയാണോ വിട്ടിട്ടുള്ളത്? നത്ത് തന്നെയാ ഇതറിയുന്നു തോനെ. ഓ അതാണോ നമ്മുടെ വിനായകന്റെ ക്യാരക്ടർ? ക്വാറിയുടെ പ്രശ്നം. ഓ എസ് ഐ ബാബു സാറല്ലേ? ഉണ്ട്. നിങ്ങളാര്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ. ഈ വർഗീയലകളെ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. ആക്സെന്റ് എനിക്ക് വയ്യ. പുള്ളിക്കാരൻ പോലീസുകാരനല്ലേ? അണ്ടർ കവർ. വേറെ ഒരുത്തിനൂടെ വന്നിട്ടുണ്ട്. മറ കൊണ്ട് വലിയ ശല്യാലോടോ. ഞാൻ ആ കമ്മ്യൂണൽ റയോട്ടിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. സാർ. ആ ബോബി. ആ നത്തെ നേരത്തെ എത്തിയാ? ആ നേരത്തെ പോന്നു. ആ സോറി സാർ. സാറേ നത്ത്. ആ ചിലവരെങ്ങനെയും വിളിക്കും. പേര് ജയകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ചാ. അറിയാം സാറേ, ഈ പൂവാറ് കേസോട്ടെ സാറിനെ പറ്റി അറിയാം. സാറ് വരുമെന്ന് തോമസ് സാറ് പറഞ്ഞായിരുന്നു. ഓ പക്ഷെ നേരത്തെ കണ്ടിട്ട് മനസ്സിലായില്ല. സാറ് നാളെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഞാൻ കരുതി വല്ല മീഡിയക്കാരായിരിക്കും. സോറി സാർ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വരുന്ന വഴി ഒന്ന് കയറിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ബ്രീഫ് ചെയ്യാം സാർ. ആയിക്കോട്ടെ. വിനായകന്റെ ഈ ക്യാരക്ടർ എനിക്കൊരു സാർ ഇതാണ് വിമൽ. ഇപ്പം മിലിറ്ററിയില്ല. ഭയങ്കര ഒരു ഡിഫറെന്റ്. 6 മാസം അങ്ങനെ ഒന്നും നടന്നില്ല സാർ. ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ പെണ്ണ് മിസ്സിംഗ് ആണ്. ഇവൻ ഇപ്പോഴാണ് നാട്ടിൽ ലീവിന് വരുന്നത്. അന്നേരം അവൻ്റെ ഏരിയയിലെ പയ്യന്മാരെയും കൂട്ടി യൂസഫിൻ്റെ വീട്ടിൽ പാലമുണ്ടാക്കാൻ നോക്കി. ആ സമയത്ത് യൂസഫ് വീട്ടിലില്ലായിരുന്നു. ഇത് ഈ സംഭവം പറഞ്ഞാൽ യൂസഫ് അവൻ്റെ പയ്യന്മാരെയും കൂട്ടി നേരെ അവിടെ പോയി അലമ്പുണ്ടാക്കി. അതാണ് സാറേ ഈ കമ്മ്യൂണൽ ഇഷ്യൂസിന് ഉണ്ടാകാനുള്ള ഒരു കാരണം. ഞങ്ങൾ ഒരുവിധം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടും കല്യാണം നടക്കാത്തതിൻ്റെ പേര് നാട്ടുകാരെ സംസാരം കളിയാക്കലും കേട്ട് മടുത്തിട്ടാണ് ഞാൻ പട്ടാളത്തിൽ പോണത്. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് എങ്ങനെയെങ്കിലും അവളെ കല്യാണം നടത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പിന്നെ എങ്ങനെയാണ് സാറേ ഞാൻ ചുമ്മാ ഇരിക്കണത്? സത്യമായിട്ട് സഹകരിക്കപ്പെടേണ്ട പരിചയം പോലുമില്ല. അതവൻ ചുമ്മാ പറയുന്നതാണ് സാറേ. അത് തനിക്കങ്ങനെ അറിയാം? അവൻ്റെ പെണ്ണുങ്ങളായിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കോവിലെ പൂജാരി അവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. കണ്ടത്? അല്ല സാറേ, സൈഡിൽ നിന്നാണ് കണ്ടത്. അപ്പം ഏകദേശം യവനെ പോലെ തന്നെ ഇരിക്കും.
പിന്നെ കേസിനെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ലല്ലേ? അല്ല സാറിന് അറിയില്ല സാറേ, വീട്ടിൽ നിന്ന് കത്ത് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി പെണ്ണ് ഒളിച്ചോടി പോയതാണ്. പിന്നെ അതിനു വേണ്ടി സമയം കളഞ്ഞില്ല. പക്ഷെ എങ്ങനെയാണ് ഞാൻ ഇടപെടാതിരിക്കുന്നത്? എനിക്ക് വിനായകന്റെ ക്യാരക്ടർ അങ്ങ് കാരണം വിനായകനെ പല രീതിയിൽ മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ ഒരു വിമലയുടെ ഫോൺ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പറയണത്. വിമല പോയ അതേ ദിവസം തന്നെയാണ് ഈ ഫോൺ ഓഫ് ആകുന്നത്. കുറച്ച് ദിവസം കണ്ട് അത് വീണ്ടും ഓണായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആറ്റൂരിലെ ഈ പയ്യൻ തൻ്റെ പെങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, തൻ്റെ പെങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നേരെ തിരുനെൽവേലിക്കാണ്. ആ സമയത്തും യൂസഫ് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പയ്യൻ തൻ്റെ പെങ്ങൾക്ക് വേണ്ടി തിരുനെൽവേലിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ പൂജാരി അവനെ കണ്ടതാണ് സാറേ. കേട്ടോ, നേരെ ചൊവ്വ മുഖം പോലും കാണാതെ അയാൾ ഈ പറയണത്. അപ്പോൾ സാർ എന്തെന്നാണ് പറയണത്? ഈ കേസ് പിന്നെ എത്ര ദിവസം കൊണ്ട് പോകാൻ? കുറച്ചുകൂടെ ഉള്ളൂ. ഒരു ദിവസത്തിനുള്ളിൽ നമ്മളവനെ പൊക്കിയിരിക്കും. പൊക്കിയാൽ മാത്രം പോരാ, എൻ്റെ രണ്ട് കൈയും കാലും ഓടിക്കണം. വെറുതെ അല്ലല്ലോ നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഹലോ അണ്ണാ. ഓക്കെ അണ്ണാ. അണ്ണാ അത് മെസ്സേജ് ഇട്ടാൽ മതി. ഇല്ല അണ്ണാ, ഞാൻ നോക്കിക്കോളാം. போர்டு விளையாட ஜங்ஷனுக்கு போயிருக்கான். கேரம் போர்டு விளையாட. யார் நீங்க? ഫ്രണ്ട്സ്. ഇവൻ തന്നെയാണ് ചെയ്തത്, അതാ സ്കെച്ച് ഇട്ടതാണ്. എനിക്ക് അറിഞ്ഞൂടല്ലേടാ. സത്യമേ തെരിയാ, സത്യമേ തെരി. ഇവനും ചോദിച്ച പോരാ, പഠിച്ച് കളഞ്ഞവൻ. என்னடா டேய் தாத்தா கால் பண்ணாரா? அந்த குட்டர் பக்கத்துல நம்ம ஜீவனை யாரலாம போட்டு அடிக்கறாங்க. ഓ ഷിറ്റ്. വണ്ടി എടുത്ത് சீக்கிரம் നിങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് അവന്മാരോടെ എത്തി. ദാറ്റ്സ് കൈൻഡ് ഓഫ് സാഡ് മാൻ. கூட எனக்கு தெரியாது. இந்த ஃபோட்டோ காட்டி தான் சார் அவங்களும் என்ன போட்டு அடித்தாங்க. ഇത് സ്റ്റീഫൻ്റെ നമ്പറാണോ? இல்லை സാർ. അതെങ്ങനെ ശരിയാകും സ്റ്റീഫ? സ്റ്റീഫൻ്റെ പേരിലാണല്ലോ ഈ കണക്ഷൻ. ഒരു തകവലും ഇല്ല സാർ. ഓ ഇവിടെ ഷിറ്റ്. പേരെന്താ? സെൽവി സാർ. സെൽവി. സെൽവിയുടെ നമ്പർ ഉപയോഗിച്ച് മമ്മൂക്കയാണ് പണിയിപ്പിച്ചല്ലേ? சார் அது ஒரு கேரளா நம்பர். ஆனால் அது ஃபேக் அட்ரஸாக இருக்குமோன்னு சந்தேகமாக இருக்குது சார். സിന്ധു കേസോ? ഓ നോ. ഞങ്ങൾ പോലീസിൽ നിന്നാണ്. ഒരു സീരീസ് ഓഫ് വിമന്റെ നമ്പറാണോ? ഇല്ല സാറേ. എന്തൊരു പറ്റി? ഞങ്ങൾക്കൊരു കാര്യം സിന്ധു അന്വേഷിക്കാനാ. ആണാണോ പെണ്ണാണോ? സിന്ധു അതാദ്യം എവിടെയുണ്ട്? പറ. അവള് പോയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ അവൾ കൂടുതലായി സാറേ. എവിടെയാ പോയത്? അതറിഞ്ഞൂടാ, ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോയതാണ്. Shit. Oh shit. It's a loop. ഇരിക്കുന്നത് കിളിമാനുള്ള ഒരു ബബിതയുടെ നമ്പറിൽ നിന്നാണ്. ബബിതനെ വിളിച്ചിരിക്കുന്നത് My god. കന്യാകുമാരിയിൽ പേരെന്തുള്ള രാഗിയുടെ പേരിന്ന്. അവിടെ നിന്ന് അത് പൂന്തുറ ഷീനയിലെത്തി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സാർ. അടുത്ത് നമുക്ക് കാണാനുള്ളത് കൂടവണത്തൊരു നിലയാണ്. അതും ഇങ്ങനെ മിസ്സിങ് ആകാനാണ് സാധ്യത. അപ്പോൾ ഇതുവരെയ്ക്കും കുഴപ്പമില്ല, എല്ലാം കലിങ്ങി തെളിയട്ടെ എന്നിട്ട് വരാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രദേശയിലാണ് കുടുംബം. പിന്നെ കാണാതായിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും കല്യാണ പ്രായമായവരോ വിധവകളോ ഡൈവോഴ്സായോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. ഒരു വിശ്വാസം ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിങ്ങാണ് സാർ. കാരണം കാണാതായ ഒരു പെണ്ണ് പോലും തിരിച്ചു വന്നിട്ടില്ല, ഒരാളെക്കുറിച്ച് ഒരു അറിവ് പോലും ഇല്ല. മൊത്തത്തിൽ ജയകൃഷ്ണൻ എന്ത് തോന്നുന്നു? ഇതൊരാൾ ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കോ അതോ അതിലോട്ട് വന്നിട്ടുള്ള ഫോൺ കോളിലെ ക്യാരക്ടർ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരുത്തനാകാനാണ് സാധ്യതയുള്ളൂ. അല്ല സെക്സ് റാക്കറ്റിനോ വേണ്ടി. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യും, ജയകൃഷ്ണൻ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ കുമാറിനെ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ സാർ. Nice. അണ്ണാ. ആര് ബോബിയാ? എന്തരടെ ഈ വഴിക്കൊക്കെ കാണാനില്ലല്ലേ? ഇന്ദ്രടെ ഈ ഞാൻ ഈ വഴിക്കൊക്കെ വഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ചേട്ടൻ ഇന്ന് പോകണ്ടായിരുന്നോ? ആ സമയമായി വരണതേ ഉള്ളൂ. ഇതിനൊരു ചായ ഇട്. നമ്മുടെ ജുവലറിയുടെ ആവശ്യത്തിനൊക്കെ കുറച്ച് സൈനൈഡ് വാങ്ങിച്ചു വെച്ചിരുന്നു സിറ്റ് ഔട്ടിൽ.
ആ ബൈചാനില്ലേ അപ്പുറമുള്ള പുള്ളിയുടെ പട്ടി വന്ന് ഒന്ന് മണപ്പിച്ചു. അപ്പോൾ തന്നെ ചത്തും പോയി. അതെന്തോ മുന്തേരം പട്ടിയായിരുന്നു. അയാളാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കേസ് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് ഭയങ്കര അലമ്പാ. പൈസ കൊടുത്ത് അതൊക്കെ ഞാൻ വിളിച്ച് ഡീൽ ചെയ്തോളാം. ഈ സൈനൈഡൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നില്ലേ? അത് നമ്മുടെ സ്വർണ്ണപ്പണിക്ക് അതൊക്കെ ആവശ്യമാണ്. ലൈസൻസ് ഉള്ളതുകൊണ്ട് മേടിക്കാനും പറ്റും. ജോളിക്ക് ഇങ്ങനെ എങ്ങാണ്ടല്ലേ? പിന്നല്ലാതെ കുറച്ചകത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ തീർന്നു. സോ ഫാസ്റ്റ് ചേട്ടൻ ഈസ് ഇൻട്രസ്റ്റഡ്. ഒന്ന് പറഞ്ഞ് ഡീൽ ചെയ്യണം. ഇരിക്കാടാ. ആമാം. ലൈസൻസ് ഫോർജറി ഉണ്ടല്ലേ? കൊള്ളാം, എല്ലാ സ്കിൽസും ഉണ്ടല്ലോ. ഓ മാൻ, വൈ വുഡ് യു ഡു ദാറ്റ്? ടെസ്റ്റാണോ? കഴിക്കാനൊന്നും ടൈം കിട്ടില്ല, പെട്ടെന്ന് പഠിക്കാവോ ഇയാള്? ഡോണ്ട് ഗിവ് ഇറ്റ് ടൈം മാൻ. പെട്ടെന്ന് സ്ഥലം ദിസ് ഇൻസ്റ്റന്റേനിയസ് മാൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണോ സൈനൈഡ് വർക്ക് ആവില്ലേ? വീട്. എൻ്റെ അണ്ണൻ്റെ ഒരു കാര്യം പറയാൻ വന്നതാണ്. അണ്ണൻ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ മുരളി അണ്ണൻ്റെ കാര്യം പറഞ്ഞു. അല്ല, ഈ അണ്ണ എന്ന് പറയുമ്പോൾ അത് അണ്ണ ഒന്ന് കെട്ടിയതാണ്. അത് അലമ്പായി, ഡൈവോഴ്സായി. ഇതൊന്നുമില്ല അണ്ണ. അണ്ണന് തറവാട്ടിലൊക്കെ നല്ല സാമ്പത്തികം ഉള്ളതാണ്. അതുകൊണ്ട് സ്ത്രീധനമൊന്നും പ്രശ്നമല്ല. കാണാൻ കുറച്ച് നന്നായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് കെട്ടിയവരാ. ഇതെന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്യണേ? എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ? ഇതെല്ലാം കൊള്ളാമല്ലോ. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ പുറകെ നടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. അല്ല വിദ്യ, എനിക്ക് വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടായിട്ടല്ല. അത് ശരി. ചേട്ടൻ എൻ്റെ പേരെങ്ങനെ അറിയാം? പേര് മാത്രമല്ല, വിദ്യയുടെ സകല ഡീറ്റെയിൽസും എനിക്കറിയാം. സാറിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിനുള്ള സമയമില്ല, താല്പര്യമില്ല. ദയവീത് ഒക്കെ സൈക്കാണല്ലോ. எனக்கும் ஃப்ரெண்டு வரலையா? வரல. തമിഴ് അറിയാലോ. நீங்க சப்தையில வேலை பார்க்குறீங்க? இல்லை, டிஎம்பி இல்லை. நீங்கள் என்னை பார்க்க தொடங்கி எவ்வளோ நாள் ஆச்சு? அது கொஞ்ச நாளாகவே பார்த்துட்டு இருக்கேன். அப்படியா? ஆனால் நான் இந்த 1 வாரமாக தானே உங்களை கவனிக்கிறேன். அது உண்மையை சொன்னால் முதல்ல உங்கள்கிட்ட பேசுறதுக்கு ரொம்ப பயமாக தான் இருந்தேன். நாளைக்கு இதை பஸ் தானே. മോനെ എനിക്ക് വയ്യ. ഇത്ര പേരല്ലേ? അത് ഈസി ടാർഗറ്റ്സിനാണ് പൊക്കുന്നത് പുള്ളിക്കാരൻ. മനസ്സിലായി. അല്ലേ, വേറെ കാര്യം ഉണ്ടായിരുന്നു. എന്ത്? നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ നല്ല രസമായിരിക്കുമല്ലേ? ഞാൻ ചുമ്മാ ഒരു ഇതിനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടാ. എന്ത്? അല്ല, മൂളിയത് ആദ്യം പറഞ്ഞതിനാണ് രണ്ടാമത്തെ പറഞ്ഞതിനാണ്? രണ്ടിനും. വീണു വീണു. ആണ് ഇവിടുത്തെ ചടങ്ങ്. കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ എവിഡൻസ് ഇല്ലേ? പുള്ളിക്കാരനെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കില്ലേ? ഇത് ഇവര് മാത്രം അറിഞ്ഞുള്ള കല്യാണമാണ്. അത് തന്നെ കണ്ടാൽ തന്നെ അറിയായിരുന്നു. ഷാടാ. കൊള്ളായിരുന്നു. ഒന്നുകൂടെ ആയാലേ? എനിക്ക് ചെറുതായിട്ട് വിശക്കണം. എനിക്കും. എന്നാ പിന്നെ നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ? ഇനിയോ? അതിനെന്തര്,
മണി 8 പോലും ആയിട്ടില്ലല്ലോ. എന്നാ പിന്നെ പോയിട്ട് വരാം. இல்லை அப்புறம் பிரச்சனை ஒன்றும் வராதுல்ல. എന്തൊരു പ്രശ്നം വരാം? ഇവിടുത്തെ രജിസ്ട്രാർ എൻ്റെ കൂട്ടുകാർ പരിചയമുള്ള ആളാണ്. ഞാൻ അതെല്ലാം പറഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സെറ്റപ്പായിട്ട് പോരെ? சரி. Oh, dude, that is that. God, his brains. അവിടെ പോയി ഇരുന്നാലത് why is he doing this? Like, what's the point of this? Or psycho ആണോ? പക്ക psycho ആണോ? കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ വന്നതാ. സരോജയില്ലേ? அம்மா தான் சார் உடம்பு சரியில்லாமல் படுத்திருக்காங்க. சார் என்ன சார் பிரச்சனை? எனக்கு ஒன்றும் புரியல. എൻ്റെ പേരെന്താ? பிஜு. ഇത് സരോജയുടെ നമ്പറാണോ? ஆமாம் சார். வேறு நம்பர் யூஸ் பண்ணுறாங்க. അപ്പോൾ ആ പഴയ ഫോൺ എപ്പോഴാണ് കളഞ്ഞു പോയത്? அது வந்து ரொம்ப வருஷம் ஆச்சு சார். എന്നിട്ട് പോലീസിൽ പരാതിയൊന്നും കൊടുത്തില്ലേ? சார் அது ஒரு பழைய மாடல் ஃபோன் சார். அதுவும் இல்லாமல் சுவிட்ச் ஆஃப் ஆகிருந்துச்சு. அதனால் அப்படி விட்டுட்டோம் சார். ഓ, മിസ്സിങ് ആവാൻ സാധ്യത ഉണ്ടെന്നാണോ? പിന്നെ ഈ സരോജയുടെ മകനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമോ? വിശ്വസിക്കാം സാർ. ഞങ്ങൾക്കും ആ സംശയം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തു. പിന്നെ അവൻ്റെ കേസിലെ വിമലയുടെ ഫോൺ മിസ്സായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിലോട്ട് ഫോൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നാളെ കിട്ടും. സത്യം പറഞ്ഞാൽ സാർ, അതിലാണ് എൻ്റെ പ്രതീക്ഷ. അവനെ പാത്ത പിറகு போக தோணலை. நாளைக்கு வருவியா? என்னால் அவனை பார்க்காம இருக்க முடியுமா? വയ്യ. അഡ്രസ്സോ? അതൊരു 5 മിനിറ്റ് കിട്ടും സാറേ. ഏതായാലും കിട്ടി. തമിഴ്നാടാണ്. ഓ, എല്ലാം ശരിയായി. நாளைக்கு நம்ம எங்க தங்க போறோம்? ஓ, அது அங்கே கொல்லத்தில் ரூம் புக் பண்ணியிருக்கேன். அங்கே பிரச்சனை ஒன்றும் വരാം. ഇതിൽ അഭിചാരം എവിടെയാണ്? இதா ஏ ഞങ്ങൾ കേരള പോലീസിൽ നിന്നാണ്. അഭിചാരുടെ ഒരു കാര്യം തിരക്കാൻ വേണ്ടി വന്നേ. என்ன கேஸு? ஏதாவது பிரச்சனை இருக்கா சார்? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം അറിയാൻ വന്നതാ. അഭിജയില്ലേ? அந்த தழுத்தெரிச்சவ 2 வாரத்துக்கு முன்னாடியே எவன் கூடயே ஓடி போயிட்டா. 2 வாரத்துக்கு முன்னாடியா? അടുത്ത അറ്റംപ്റ്റിന് മുമ്പ് എന്തായാലും നമുക്ക് അവനെ പിടിക്കാൻ പറ്റും. എടോ, അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? തൻ്റെ ഡിക്റ്റേറ്റീവ് എഫിഷ്യൻസിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ ആകപ്പാടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. സർ, സൈബർ സെല്ലിൽ ഞങ്ങൾ എല്ലാ ഫോണുകളും അനലൈസും ചെയ്ത് മാപ്പിംഗ് നടത്തിയതാണ്. സസ്പെക്റ്റ് ഒരാളാണെന്നുള്ളത് ഏകദേശം ഉറപ്പുമാണ്. പുറത്തൊന്നും വല്ല ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവും. നാളെ തന്നെ അങ്ങോട്ട് പോകാം സാർ. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവസാനം മിസ്സായ അഭിജയുടെ ഫോൺ ഉടനെ ഓണാകും. 99% അതിൽ നിന്ന് വരാൻ പോണ ഫോൺ കോൾ കേരളത്തിലോട്ടുള്ള ഏതെങ്കിലും സ്ത്രീകൾക്കായിരിക്കും. ഫാസ്റ്റായിട്ട് എങ്ങനെ ഒപ്പിക്കുന്നു? രാജേഷേട്ടൻ എങ്ങനെ മനസ്സിലായി? രാജേഷ് അത് കുറേ കഷ്ടപ്പെട്ട്. എങ്ങനെയൊന്ന് പറ. അതൊക്കെ പറയാം. നീ നമ്പർ തരും. അത്ര മിടുക്കനാണെങ്കിൽ നാളെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് വാ. അപ്പം നമ്പർ തരാം. അയ്യോ, നാളെ പറ്റൂല. നാളെ ഞങ്ങൾക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ട്. പെർമനൻ്റ് ആയിട്ട് ഉള്ളുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുള്ളാകുമെന്ന് വിചാരിച്ചായിരുന്നു. അതുകൊണ്ടാണ് சார். அதெல்லாம் முருகன் சார் ஸ்பெஷலாக சொல்லியிருக்காரு. நம்ம சைடிலிருந்து ஆல்ரெடி ஒருத்தர் அசைன் பண்ணிட்டேன். ഏതാ വർഷം? ஜாயின் பண்ணிக்கிறேன்னு சொல்லியிருக்காரு. அவர் சொந்த ஊர் கூட ஆர்காணி தான். அது உங்களுக்கு ஹெல்ப்ஃபுல்லாக இருக்கும்னு நினைக்கிறேன் சார். ആളെന്ന് ജോയിൻ ചെയ്തു സാറേ. ஆ, இவ்வளோ தான் இருக்கா? வா சார். சார். Oh no. Oh no.
എനിക്ക് പോലീസാണെന്ന് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ തന്നെ വന്ന് അവസാനിക്കുമെന്ന്. അവരുടെ കേസിൻ്റെ കച്ചിത്തുരുമ്പ് മൊത്തം പോയല്ലോ. അടിപൊളി. കപ്പക്കിഴങ്ങ് വേഗ വെച്ചതും மீன் குழம்பு மோர் குழம்பும் மாங்காய் ஊறுகாய் சேர்த்து ரைட்டாக இருக்குது. ரொம்ப நல்லா இருக்கும். நாளைக்கு அதை நான் எல்லாமே உங்களால் வாழ முடியாதுன்னு எனக்கு தெரியும். ഷടാ. മാസ്റ്റർ ഈസ് എ മാസ്റ്റർ ഓഫ് ഹിസ് ക്രാഫ്റ്റ്. പച്ചവെള്ളം പോലെ മലയാളം പറയുന്നുണ്ടല്ലോ. അത് എൻ്റെ വീട് ആറുകാണിയാണ് സാറേ. ആറുകാണി അതെവിടെ? സാറിന് അമ്പൂരി അറിയൂലേ? ആ, അമ്പൂരി അറിയാം. അമ്പൂരിയിൽ കുറേ ഏരിയ തമിഴ്നാട് കേരള ബോർഡറാണ്. ഓ, സെറ്റിലായിരിക്കുന്ന ആൾക്കാരല്ലേ കൂടുതലുള്ളത്? ഓ, അല്ലാത്തവരും ഉണ്ട് സാറേ. ഇതുകൂടിയാണ് പഠിക്കാൻ പോണേ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചോദിക്കണതുണ്ട്. സാറിനൊന്നും തോന്നല്ലേ? എന്തു തോന്നാൻ? ചോദിക്ക്. സാറിന് എന്തിനാ എല്ലാവരും ഈ നത്ത് നത്തെന്ന് വിളിക്കുന്നത്? ഇട്ടത് അറിയാം, പക്ഷെ എന്തിനാ ഇട്ടേന്നറിയോ? ഓ പിന്നെ സാറേ, ഈ നത്തെന്ന് പറഞ്ഞാണ്ടല്ലേ ഒരു സൈസ് മൂങ്ങയാണ്. ഈ പക്ഷികളെ കൂട്ടത്തിൽ വലിയ ബുദ്ധിയുള്ള ഐറ്റമാണിത്. സാറും മൂങ്ങയെ പോലെ പമ്മി ഇരുന്നാലും അവസാനം എങ്ങനെയെങ്കിലും കേസ് തെളിയിക്കുകയും ചെയ്യും, ആളുകളെ പിടിക്കുകയും ചെയ്യും, അല്ലേ സാറേ? കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്. എന്ത് സാറേ, ഏയാണ്? ആണോന്ന് വെച്ചാൽ ആണ്, പക്ഷെ താൻ വിചാരിച്ച അല്ല. പിന്നെ സ്റ്റാൻലി സാറ് കുറെ നാളായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നില്ലേ? എനിക്ക് ഇൻട്രസ്റ്റ് കയറി ഞാൻ തന്നെ മുരുകൻ സാറിനോട് കയറി അങ്ങോട്ട് ചോദിച്ചു, ഞാൻ കൂടെ ജോയിൻ ചെയ്തോട്ടെ. അങ്ങനെ സാറേ, ഈ കേസിന്റെ സ്വഭാവമൊക്കെ മനസ്സിലായില്ലേ? ഓ വരും സാറേ, എനിക്ക് ഉറപ്പാ. സാറേ, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും തമിഴ്നാട്ടിലെ ഓരോ സിറ്റിയിൽ വെച്ചാണ് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്. കിട്ടാതിരിക്കില്ല. സ്റ്റാൻലി സാറേ, ഇത് സ്റ്റാൻലി സാറ് തമിഴ്നാട്ടിലും ചെയ്യണം. ഓ, എങ്ങനെയാണ് സാറേ ഇവിടുത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഒക്കെ ഓക്കെ ആണോ? ഓ, ഒക്കെ പക്കയാണ് സാർ. ഓ she was so close, man. Damn. ഓ ശരി. ശരിക്കും ഫെട്ട് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. എന്തോ തുമ്പ് കിട്ടിയിട്ടുണ്ടല്ല. What do you get, man? ഹലോ സാറേ. പറ ആനന്ദേ. സാറേ, തിരുവനന്തപുരത്ത് വെച്ച് ഷഹാനയുടെ ഫോൺ ഓഫായില്ലേ സാറേ? അതിന്റെ പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡിലെ വാഷ്റൂമിൽ ഒരു പെങ്കൊച്ച് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അൺഐഡന്റിഫൈഡ് ബോഡിയാണ്. അതാണ് മോട്ടീവ്. എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് സാർ, ഫോറൻസിക്കിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അവിടെ വരെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം. ഓക്കെ. ഇതെല്ലാം ഡെഡ് ബോഡീസിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽസ് ആണ്. എല്ലാം അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആണ്. ഇത് മാത്രം പെക്യുലർ ആയിട്ട് തോന്നി. നെയിം പ്ലേറ്റ്
അവർ കിട്ടാവുന്നപ്പം പേപ്പറിൽ കുത്തിഞ്ഞു കൊടുത്താണെന്ന് തോന്നുന്നു. ഇതെന്താന്ന് മനസ്സിലായോ? ഇല്ല. ഇതൊരു നോട്ട്ബുക്ക് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടെ ഇതിൽ നിന്നൊരു പേപ്പർ വലിച്ചു കീറിയെടുത്തിരിക്കും. അയ്യോ സാറേ, നമ്മൾ പോലീസുകാർ ഉപയോഗിക്കുന്ന നോട്ടൊക്കെ പെണ്ണുങ്ങളൊക്കെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഫോണുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവൻ അത് ഉപയോഗിച്ചിട്ടില്ല. സിം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ഓരോ സിമ്മിനും ഓരോരോ ഫോണുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഫോൺ അവിടെ നിന്ന് ഈ ഫോണുകളൊന്നും വിറ്റുപോയതായിട്ട് രജിസ്റ്റർ ആയിട്ടില്ല. അത് സാറേ, നമ്മളിപ്പോൾ ഡീസൻ്റ് ആയിട്ടാണ് സാറേ കട നടത്തുന്നത്. പണ്ട് ചെറിയ ഉടായ്പൊക്കെ ഇവിടെ വന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താ? അത് അഡ്രസ് പ്രൂഫ് ഇല്ലാണ്ട് കുറച്ച് കള്ള സിമ്മൊക്കെ കൊടുത്തിട്ട് പോലീസ് വന്നിട്ട് കട മൊത്തം റെയ്ഡ് ചെയ്തുള്ള ഫോണൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കേസൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഫോണൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഫോണുകൾ അവർ മുക്കിയിട്ടുണ്ടായിരുന്നു സാറേ. അതല്ല സാറേ, രാജാക്കമംഗലം പോലീസ്. അതെങ്ങനെയാണോ ശരിയാകുന്നത്? രാജാക്കമംഗലം തമിഴ്നാടല്ലേ? അല്ല സാറേ, ഇവിടെ റോഡിൻ്റെ അപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടുമാണ്. സാറേ, ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ കേരള പോലീസിലോട്ടല്ലല്ലോ, തമിഴ്നാട് പോലീസിലോട്ടാണല്ലോ പോണത്. എന്തായി? எல்லாமே ரெடியாக இருக்குது சார். ഓ, ആ സമയത്ത് ഈ ഓഫീസിലുണ്ടായ എല്ലാ ഓഫീസേഴ്സിൻ്റെ ഉണ്ടല്ലോ, സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ ஃபுல் டீட்டெயில்ஸ் இருக்குது சார். முருகன் சார் டீட்டெயிலாக சொல்லியிருக்காரு. ഓ, எதையும் மிஸ் பண்ணக்கூடாதுன்னு. ഇതിലുള്ളവരുടെ ഒരു പേഴ്സണൽ ഫോൺ നമ്പർ വെച്ചിട്ടെ ഒരു പൊസിഷൻ ടൈം ലൈൻ മാപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ക്രൈം നടന്ന സമയത്തെ സസ്പെക്റ്റിൻ്റെ പൊസിഷൻ ആ മാപ്പായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. രണ്ടിലും ഒരേപോലെ വരുന്ന ഒരുത്തന്നെ ഇതിൽ കാണും. ഞാനിപ്പോൾ ഓഫീസിൽ വന്ന് ലോഗിൻ ചെയ്തതേ ഉള്ളൂ. അന്നേരമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ മിസ്സിംഗ് ആയ കേസുകളിലെ ഒരു ശരണ്യയുടെ ഫോൺ ഇന്നലെ ഓൺ ആയിട്ടുണ്ട്. ഇന്നലെയോ? എത്ര മണിക്ക്? ഇന്നലെ രാത്രി ഒരു 10 മണിക്കാണ് ഓൺ ആയിരിക്കുന്നത്. തന്നെയാണോ അതോ സിം മാറ്റിയിട്ടതാണോ? സെയിം ഫോണാണ്. അതാണ് സാറേ, ഇത് പോലീസ് അപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റാൻലി സാറോട് വരെ വെയിറ്റ് ചെയ്യണോ? എൻ്റെ ആവശ്യമില്ലടോ. ഇതിലേതോ ഒരു ഫ്ലാറ്റാണ് സാറേ. ഏത് ഫ്ലോർ എന്ന് അറിയാൻ പറ്റൂലേ? അത് പറ്റൂല സാറേ, പൊസിഷൻ മാത്രമേ ഡിറ്റക്ട് ആകൂ. ഫോണിൽ ഞങ്ങൾ കേരള പോലീസ് എന്നാ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വന്നത്. ഞാൻ മുകളിലത്തെ വീട്ടിലാണ്. ഓ, ഇവിടുത്തെ വീട്ടുകാരില്ലേ? சார் என்ன சார்? ഹസ്ബൻഡ്? அத்தான் வெள்ளோனி போலீஸ் ஸ்டேஷனில் கான்ஸ்டபிளாக இருக்காரு. பேர் மணி. അവരാണോ കക്ഷി? ஆமாம் சார். ഞങ്ങളൊരു ഫോൺ ട്രേസ് ചെയ്ത് വന്നതാ. അത് ഇവിടെ വന്ന് ഡയൽ ചെയ്തപ്പോൾ ഈ വീട്ടിൽ നിന്ന് റിംഗ് സൗണ്ട് കേട്ടു. இது மாதிரி ஒரு ஃபோன் இங்கே யார்கிட்டயும் இல்லை சார். അതറിയാം. മണി എവിടെ? காலையிலேயே டியூட்டிக்கு போனார் சார். എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? സ്വിച്ച് ഓഫിന് വരുത്. സ്റ്റേഷനിലൊന്ന് വിളിച്ച് നോക്കിയേ. എന്താണ് സാറേ പ്രശ്നം? മണിയായിട്ട് ഒരു കാര്യം അന്വേഷിക്കാനായിരുന്നു. ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു നോക്കാം. സാറേ, ഇത് എൻ്റെ വൈഫാണ് സാറേ. ഞാൻ ഇതിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. ഓ, അപ്പോൾ മണി എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം സാറേ. എന്തിനു പറ്റി? സാറേ, ഇന്ന് ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല കേട്ടോ. ആ സാറേ, ഒരു സെക്കൻഡ്. എന്ന് വെച്ചാൽ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ സസ്പെക്ട് ഒരു പോലീസുകാരനായിരിക്കുമല്ലോ. അത് ഈ മണിയാണ്. ഇതിനൊരു ചാൻസ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇപ്പം എന്തായാലും സാറിനേക്കാൾ നന്നായിട്ട് അവനെ എനിക്കറിയാമെന്ന് തോന്നുന്നു. ഓക്കെ പീപ്പിൾ, അപ്പം നമുക്ക് ഹാഫ് വേ ആയിട്ടുണ്ട്. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമായി ബേസിക്കലി. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്ന സംഭവം ഇത് ഒരു കോപ്പ് വില്ലൻ ചേസ് ഗെയിം അടുത്ത് നിന്നുള്ള ഒരു മര്യാദ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളൊരു ഫിലിം. എനിക്ക് റിയലിസ്റ്റിക് സ്ക്രിപ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻസിലും നമുക്കൊരു സിനിമാറ്റിക് എലമെൻ്റ് അധികം ഇല്ല. ഈവൻ കൊല്ലുന്നത് ആക്ച്വലി ഇത് ബേസ്ഡ് ഓൺ എ റിയൽ ക്യാരക്ടറാണെന്ന് ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ കലാം കവൽ ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി. Sorry. Which is the main antagonist loosely inspired by Mohan Kumar, the cyanide killer. So who is Mohan? Mohan Kumar, serial killer. Okay.
Mohan Kumar Vivekanand, also known as Cyanide Mohan, is a serial killer who preyed on women looking for marriage. A Mangalore fast track court titan convicted him of murder of 20 women in Karnataka from 2003 to 2009. Man, were unable to pay dowry and unable to find suitable husbands. Kumar would find these women that he would marry him. മമ്മൂട്ടിയുടെ ആക്ടിങ് ടോപ്പ് നോച്ച് മാൻ. കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു മെത്തഡോളജി, ആ ഒരു ഫസ്റ്റ് ഇൻട്രോ സീൻ തന്നെ മുറുക്കിയിട്ട് കൊല്ലുന്നത്, ആ ഒരു മൈക്രോ എക്സ്പ്രഷൻസൊക്കെ ഹി ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് എ റിയലി ഗുഡ് മൂവി സോ ഫാർ. ആൻഡ് എനിക്കിത് കണ്ടപ്പോൾ കുറച്ച് ഓർമ്മ വന്നത് നമ്മുടെ ലൈറ്റ് യാഗമിയൻ എല്ലിൻ്റെ സ്റ്റോറി പോലെയാണ്. ഡെത്ത് നോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഹീറോ ആൻഡ് വില്ലൻ, ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഈ അതിൻ്റെ അകത്തും ലൈറ്റിന് എല്ലായിടത്തു നിന്ന് വർക്ക് ചെയ്യുമ്പോഴും, സെക്കൻഡ് പാർട്ടിൽ എല്ലായിടത്തു നിന്ന് വർക്ക് ചെയ്യുമ്പോഴും സ്വന്തം കൂടെ നിന്ന് ചതിക്കുന്നത് ഇവനാണെന്ന് മനസ്സിലാവില്ല. റൈറ്റ്? ഇതിൻ്റെ എൻഡ് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ദാ വെരി ക്ലോസ്. പുള്ളിക്കാരൻ നല്ല എവിഡൻസ് ഉണ്ട്. കുറച്ച് അധികം താമസിയാതെ തന്നെ മനസ്സിലാക്കി വിട്ടിസ് മമ്മൂട്ടി. മനസ്സിലാക്കി കഴിയുമ്പോൾ സ്റ്റാൻലി സാറാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും, പിന്നെ ഒരു ടേൺ ഉണ്ടാവും. അതാണ് എനിക്ക് പ്രതീക്ഷ. മനസ്സിലായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഓടേണ്ടി വരുമല്ലോ. ദാറ്റ് ഇസ് ദ തിങ്. കാരണം ഈ മറ്റേ പുള്ളിക്കാരനെ മോസ്റ്റ് ലൈക്ലി മോഹൻ സൈനൈഡ് കില്ലർ സ്റ്റാൻലി കൊന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പുതിയ തെളിവെടുക്കാൻ പറ്റുമല്ലോ. സ്വിച്ച് ഓഫ് ആണെങ്കിൽ മോസ്റ്റ് ലൈക്ലി ഹി മസ്റ്റ് ഹവ് ഗോ ടു. That's interesting. Man, I'm gonna watch the rest of it in the next part of this reaction. It's a very interesting movie, man. I'm really glad with this movie. And എനിക്ക് ഇതിൻ്റെ റേറ്റിംഗ് ഗസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മേ ബി ഫുള്ള് കണ്ടിട്ട് ഗസ് ചെയ്യാം. ദിസ് ഡെഫിനറ്റ്ലി ഡിസേർവ്സ് എ റിയലി ഗുഡ് റേറ്റിംഗ്. ആൻഡ് അണ്ടിൽ എൻ്റെ ക്ലൈമാക്സ് ആണ് ഇനി. കാരണം ഇൻവെസ്റ്റിഗേഷൻ ആക്ച്വലി എൻ്റെ മെയിൻ സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഇത്രയും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്? ഇപ്പോൾ ഒരു ബെയിറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തെളിയണം ഇയാളല്ല ചെയ്തത്, തിരിച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ വരണം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. So yeah, I can't wait to see the next part of this reaction. If you want to watch the second part of Kalam Kawal, then stick around on this channel. When you hit the thumbs up button and let you know you like what you're watching, and until I see you guys next video. Good night and goodbye. Throat to poetic, sorry about that. Bye bye.